രോഹിണി ആരാധന കഴിഞ്ഞ് പിന്നെ മകം കലം വരവ്. ഇതിനിടയിൽ ഈ അഷ്ടമി ആരാധന ആദ്യം നെയ്യാട്ടാണെങ്കിൽ പിന്നീട് വരുന്നത് ഭണ്ണാര എഴുന്നള്ളത്ത്, പിന്നെ ഇളനീരാട്ടം. അത് വലിയൊരു ചടങ്ങാണ്. അതായത് ഇപ്പം നെയ്യാട്ടത്തിനാണെങ്കിൽ ഈ പുറനാട്ട് പഴയ കോട്ടയ സ്വരൂപത്തിലെയും കടത്തനാടും ഉള്ള നായർ സമുദായക്കാരാണ് നെയ്യമൃതം എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്നതെങ്കിൽ ഏതാണ്ട് നെടിയിരിപ്പ് സ്വരൂപം വരെ, അതായത് പഴയ സാമൂതിരി കോലോകം വരെ, സാമൂതിരിയുടെ നാട്ടുരാജ്യങ്ങൾ വരെയുള്ള പ്രദേശത്ത് നിന്ന് തീയ സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ് ഇളനീര്, അതായത് അവരുടെ കുലത്തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഒത്തിരി ഇളനീക്കാവുകൾ ഈ കോട്ടയം, നെടിയിരിപ്പ്, കടത്തനാട് ഭാഗങ്ങളിൽ നിന്ന് ഇളനീക്കാവുകൾ എത്തിക്കുകയും ആ ഇളനീരുകൾ മുഴുവൻ ചെത്തിയിട്ട് പെരുമാൾക്ക് അഭിഷേകം ചെയ്യും. അതിൻ്റെ അവകാശികളായിട്ട് പറയുന്നത് എരിവെട്ടി തണ്ടയാനും. ഓരോ ചടങ്ങിനും, കാരണം ഇവരെ ഇളനീക്കാവുകൾ എത്തിയില്ലെങ്കിലും അതിൻ്റെ സ്ഥാനീകരെന്ന് പറയുന്നത് എരിവെട്ടി എന്നുള്ള തണ്ടയാനും മേക്കലേരി തണ്ടയാനും അങ്ങനെ കുറച്ച് അവർ എത്തിക്കണം. അപ്പം ഈ ഇത്രയും ഇളനീക്കാവുകളും അവിടെ എത്തി ആ ഇളനീര് മുഴുവൻ ചെത്തിയെടുത്ത് മണിത്തറയിൽ കൂട്ടുകയും ആ ഇളനീരുകൾ മുഴുവൻ അഭിഷേകം ചെയ്യുകയും ചെയ്യും. എത്ര വൈകിട്ട് രാത്രി തുടങ്ങിയ പിറ്റേന്ന് പുലർന്നവരെ ഉള്ള അഭിഷേകമാണ് ഇളനീരാട്ടം. അവിടെ അഭിഷേകം എന്ന് പറയില്ല, ആട്ടം എന്നുള്ള പേരാണ് പറയുന്നത്.